വെള്ളാപ്പള്ളി നടേശ അയാളെ ഞാൻ ബഹുമാനിക്കും, അദ്ദേഹത്തിൻ്റെ പ്രായത്തെ. പക്ഷെ അയാളുടെ പ്രവൃത്തിയെയോ അയാളുടെ വർഗീയത സ്വഭാവത്തെയോ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. എന്തായാലും റിപ്പോർട്ടർ ചാനലിൻ്റെ ചോദ്യത്തിൽ എനിക്കൊരു അൺനെസസറി ചോദ്യമായിട്ടാണ് തോന്നിയത്. അതിപ്പോൾ രണ്ട് കൂട്ടരും, ആ ന്യൂസ് ചാനലുകാരും മൈക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരും വെള്ളാപ്പള്ളിയും രണ്ട് കൂട്ടരും വർഗീയത തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ ന്യൂസ് ചാനൽ ആ റിപ്പോർട്ടർകാർ ചോദിക്കുന്നത് എന്താണ്, നിങ്ങളുടെ മതം കൊണ്ട് ഒരു സ്കൂളില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? പോയിട്ട് ഇപ്പം ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. മുസ്ലിംകാർക്ക് സ്കൂളില്ല, ക്രിസ്ത്യൻസിന് സ്കൂളില്ല എന്നുള്ളൊരു ചോദ്യം വേണോ? ഒരു മതത്തിനായിട്ടുള്ളൊരു സ്കൂൾ പണിതിട്ട് അവിടുത്തെ ഇനി വരുന്ന തലമുറ ആ ഒരു മതത്തിനെ കുറിച്ച് മാത്രം പഠിച്ച് ആ ഒരു മതത്തിൻ്റെ ഒരു മായം മൊത്തം ചേർന്ന ഒരു സ്കൂളിൽ തന്നെ പഠിക്കണമെന്നുണ്ടോ? 9 വർഷത്തിനിടെ വർഗീയവാദിയായിട്ട് എല്ലാവരും പറയുന്നത് എന്താ വർഗീയവാദി എന്ന് പറയാൻ കാരണം? യഥാർത്ഥ വർഗീയവാദികൾ മലപ്പുറത്ത് നിന്നപ്പോ ഞാൻ എന്ത് പറഞ്ഞു? അങ്ങനെ എനിക്ക് പറയാൻ അവസരം സ്കൂളുകൾ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല. അത് തുടങ്ങുന്ന സത്യമല്ലേ? ഞാൻ 3 ജില്ല ഞങ്ങൾക്കുണ്ട് മലബാർ പ്രദേശത്ത്. മലപ്പുറത്തുണ്ടോ, വയനാടുണ്ടോ, കാസർഗോഡുണ്ടോ? ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി. സ്ഥലം വാങ്ങാൻ കിട്ടുന്നില്ലേ? എല്ലാം ഉണ്ട്. പിന്നെന്താ തുടങ്ങാൻ പറ്റാത്ത? അനുവാദം തരണം. ആരുടെ അനുവാദം? സർക്കാരിന്റെ. ഇപ്പൊ പിണറായി വിജയൻ സർക്കാരില്ല, ഇപ്പോഴത്തെ അല്ല. അന്ന് ഞങ്ങള് ഈ 9 വർഷത്തിനിടെ നോക്കില്ലേ? 9 വർഷത്തിനിടെ നോക്കില്ലേ? 9 വർഷത്തിനിടെ നോക്കില്ലേ? ഈ CPI തോൽവിയുടെ മുഴുവൻ വെള്ളാപ്പള്ളി നടേശനാണ്. വയലന്റ് ആക്കിയതിന് കുഴപ്പമില്ല. ഇദ്ദേഹത്തിന് ഇത്രയും പ്രായമുള്ള ഈ പുള്ളി എന്തിനാണ് ഇത് പിടിച്ചുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ ഇടയിലോട്ട് ഇറങ്ങുന്നത്? ഒന്നാമത്തെ പുള്ളിക്ക് നെഗാണ്, വർഗീയതവാദി തന്നെയാണ്. നമുക്ക് പുള്ളിയുടെ പ്രവൃത്തി അങ്ങനെയാണ് മൊത്തത്തിൽ. ഇപ്പം ഈ പുള്ളി പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സർക്കാർ സമ്മതിക്കുന്നില്ല, മലബാറിലെ 3 ജില്ലകളിൽ പുള്ളിക്ക് സ്കൂൾ പണിയാൻ പറ്റിയിട്ടില്ല അന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഇയാൾക്ക് പൈസ ഇല്ല, ഇയാളുടെ കമ്മ്യൂണിറ്റി പൈസ ഇല്ല, ഇയാളുടെ കമ്മ്യൂണിറ്റിക്ക് ഹോൾഡ് ഇല്ല, അതൊക്കെ തന്നെയല്ലേ? അതിപ്പം സർക്കാർ എന്തുകൊണ്ടാണ് തരാത്തതെന്നുള്ളത് കാരണം അറിയണം. അതിൻ്റെ കാരണം കറക്റ്റായിട്ട് സർക്കാർ പറയേണ്ടതാണ്. അത് പറഞ്ഞു കഴിയുമ്പോൾ അതിനുള്ള സോഴ്സ്, അതിനുള്ള വഴി, സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതിപ്പോൾ എന്താ അവർ ചോദിക്കുക, പൈസയാണോ? അതിപ്പം അല്ലെങ്കിൽ അതിലെ മെയിൻ ഉദ്യോഗസ്ഥരുടെ ഹോൾഡ് വേണോ? അതൊക്കെ ഉണ്ടെങ്കിൽ ഈ എളുപ്പമായിട്ട് ഇതൊക്കെ നടത്താനല്ലേ പറ്റുള്ളൂ, നടത്തുന്ന കാര്യമുള്ളൂ. ഇതില്ലാത്തത് ഇവരുടെ കുറച്ചിലാണ്. അപ്പം ഇത് ഇവർക്ക് മനസ്സിലാക്കേണ്ടത് ഇവർ തന്നെയാണ്.